ഭിന്നശേഷി സംവരണത്തിന്റെ കുരുക്കഴിക്കാനുള്ള ഈ സർക്കാർ നീക്കം ഫലം കാണുമോ എന്നറിയണം. ഭിന്നശേഷി സംവരണം ഉറപ്പാക്കണമെന്ന സുപ്രീം കോടതി വിധി കർശനമായി നടപ്പാക്കാനേ നിലവിൽ സർക്കാരിനു കഴിയൂ. അതേസമയം എയ്ഡഡ് അധ്യാപക നിയമന പ്രശ്നം കാണാതെ പോകാനുമാകില്ല. കീറാമുട്ടിയായി മാറിയ തർക്ക വിഷയം എന്താണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, സംസ്ഥാനത്താകെ എയ്ഡഡ് സ്കൂളുകൾ ഉള്ളത് 4999 സ്കൂളുകളാണുള്ളത്. ഇതിൽ നിയമനാധികാരം മാനേജ്മെന്റുകൾക്കായിരുന്നു. ഈ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഭിന്നശേഷി സംവരണം വേണമെന്ന് സുപ്രീം കോടതി കൃത്യമായി തന്നെ പ്രസ്താവിക്കുന്നു. 1996 മുതൽ 2017 വരെ നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനത്ത് 3% സംവരണമായി ഉണ്ടായിരുന്നത്. 2017 ശേഷം 4% ഭിന്നശേഷി സംവരണം എന്ന നിലയിലേക്ക് എത്തി. 2018 സർക്കാർ എന്ത് ചെയ്യുന്നു? പുതിയ ഉത്തരവ് പുറത്തിറക്കുകയാണ്. 1996 മുതൽ ഭിന്നശേഷി ഒഴിവുകൾ നികത്തണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. എല്ലാ എയ്ഡഡ് നിയമനങ്ങളിലും ഭിന്നശേഷി സംവരണം ഉറപ്പാക്കണം. എന്നാൽ സ്വന്തം നിലയിൽ മാനേജ്മെന്റുകൾ നിയമനം നടത്തിയതോടെ ഇതിൽ തർക്കം ഉടലെടുക്കുകയായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട വിഷയമായി വന്നത്. നിയമനങ്ങൾ അംഗീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇതോടെ തയ്യാറാവുകയും ചെയ്തില്ല. അങ്ങനെ അതൊരു വലിയ തർക്കത്തിലേക്ക് വഴിവെച്ചു. പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ച NSSന് അനുകൂലമായ വിധി ലഭിക്കുകയും ചെയ്തു. മാനേജ്മെന്റുകളും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ ഒരു പരിഹാരത്തിന് വേണ്ടി NSS സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് NSSന് അനുകൂലമായ വിധി വരികയും ചെയ്യുന്നു. ഈ സംവരണത്തിന് തസ്തികകൾ മാറ്റിവെച്ചതോടെയാണ് അനുകൂല വിധി ലഭിച്ചതെന്നതുകൂടി നമ്മൾ ഓർക്കണം. എന്നാൽ ക്രൈസ്തവ സഭകൾ സമ്മർദ്ദം ശക്തമാക്കിയതോടെ സർക്കാർ നിലപാട് മാറ്റുകയാണ് ചെയ്തത്. NSSന് അനുകൂലമായ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. നമുക്കറിയാവുന്നതുപോലെ NSS SNDP സാമുദായിക ഐക്യത്തിൽ പോലും നിർണായകമായിരുന്നു ഈ ഭിന്നശേഷി സംവരണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ക്രൈസ്തവ സഭകൾ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ NSSന്റെ അനുകൂലമായ വിധി മറ്റ് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകൾക്കും അത് ബാധകമാക്കണമെന്നതായിരുന്നു. ഇതുവരെ സർക്കാർ അതിന് അനുകൂലമായൊരു നിലപാടെടുത്തില്ല എങ്കിൽ പോലും നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ പരസ്യ പ്രതിഷേധത്തിലേക്ക് സഭ കടക്കുകയും കൃത്യമായി കർശന നിലപാടെടുക്കുകയും ചെയ്തതോടെ അനുനയ നീക്കത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ